ഉൾക്കാഴ്ചകളാണ്. എവിടെയാണ്? രൂപങ്ങളിലല്ല, നല്ല ഉൾക്കാഴ്ചകളാണ് ദൈവം പ്രസാദിക്കുന്നത്. God is pleased not by the outer form and beauty, but by inner purity of heart. ഹൃദയത്തിന്റെ ശുദ്ധിയിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പ്രസാദിക്കുന്നത്. ഇവിടെ നോക്കിയാൽ എന്താ? 2 കാശ് എന്നാ പറയുന്നത് അല്ലേ? 2 കാശിന് എന്താണ്? It is not the shape or size, but it is the content of the. ഇത് ആരാണ് ഇവിടെ ഇട്ടേക്കുന്നത്? ആ രൂപയ്ക്ക് വലിയ വിലയൊന്നുമില്ല, പക്ഷെ എന്താണ്? അതിന് വലിയ ഉൾക്കാഴ്ചയുണ്ട്. തന്റെ ഇല്ലായ്മയിൽ തനിക്ക് ലഭിച്ചതിൽ ഏറ്റവും മികച്ചതിനെ ആര് കൊടുത്തു? ആ സ്ത്രീ ദൈവത്തിന് കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ജീവിതത്തിൽ നല്ല ഉൾക്കാഴ്ചകൾ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? രൂപവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ് തികഞ്ഞ വിശ്വാസികളോ ക്രിസ്ത്യാനികളോ ഒന്നും ഇല്ല. എന്നാൽ നമ്മളുടെ കണ്ടന്റ്, നമ്മുടെ ഉൾക്കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം. രഘുനാഥ് പാലേരി എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു സിനിമ തിരക്കഥാകൃത്താണ്. അദ്ദേഹം ചെറുകഥകളൊക്കെ എഴുതുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ തന്നെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ ഇങ്ങനെ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ട്രെയിൻ കയറി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പതിവായി അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു അംബാസഡർ കാറുണ്ട്. അന്ന് അവിടെ നോക്കിയപ്പോൾ ആ വണ്ടി അവിടെ കണ്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയ ഓട്ടോ കടന്നു വരുന്നു. അദ്ദേഹം എന്നാ വിചാരിച്ചിരുന്നു ഇനി ഈ ഓട്ടോയിൽ കയറിയങ്ങ് വീട്ടിലേക്ക് പോകാം. അദ്ദേഹം ഓട്ടോയിൽ കയറിയപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി പുറകിന് വരുന്നുണ്ട്, ഒരു കാറ് വരുന്നുണ്ട്. അപ്പോൾ രഘുനാഥ് പാലേരി ഈ ഓട്ടോക്കാരൻ ഇറങ്ങി നിന്നിട്ട് ഈ ഡ്രൈവറോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവർ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പൊ പലരും വിചാരിച്ചു ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണോ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഓടി വന്ന് സംസാരിക്കും. വൈകിട്ട് സന്ധ്യയായി. അങ്ങനെ യാത്രയിൽ തിരിച്ച് രഘുനാഥ് പാലേരി തന്റെ വീടിനോട് അടുക്കുന്ന സമയമായപ്പോൾ ഒരു മഞ്ഞ വെളിച്ചം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ ലഗേജ് ഒക്കെ ഇറക്കി വെച്ചപ്പോൾ ഈ ഓട്ടോയുടെ പിന്നിൽ ആദ്യം കണ്ട കാറ് വീണ്ടും പുറകിൽ വന്ന് നിൽക്കും. ഇതെല്ലാം എടുത്ത് പറക്കി വെച്ചു. അപ്പോൾ പാലേരിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ ജോലി സംബന്ധമായ തർക്കങ്ങളാണ്. പെട്ടെന്ന് ആ ഡ്രൈവർ ഇറങ്ങി, ആ കാറിന്റെ ഡ്രൈവർ താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഇദ്ദേഹത്തോട് പറയുന്നു, സാർ, ഈ ഓട്ടോ ഓടിക്കുന്നവൻ ഇവൻ എൻ്റെ അനിയനാണ്. കഴിഞ്ഞ ആഴ്ച ഇവന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഇവന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ്. ഡോക്ടർ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? റെസ്റ്റ് എടുക്കണം, ഓട്ടയൊന്നും ഓടിച്ചത് ഇവന്റെ ശരീരം പ്രയാസപ്പെടുത്തരുത്. ഞാൻ ഓടുന്ന കൂലിയിൽ നിന്ന് എടുത്തായാലും ഇവനും എൻ്റെ കുടുംബത്തിനും കഴിയുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല സാറേ, ഇവൻ എന്താണ് എപ്പോഴും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ അനിയൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സാർ, എനിക്കൊരു കുഴപ്പവുമില്ല. എൻ്റെ പുറകെ ഓടി നടന്ന് ഇദ്ദേഹത്തിൻ്റെ ഡീസലുകളെല്ലാം എന്താണ് കത്തി തീരുകയാണ്. പാലേരി പറയുകയാണ്, രാത്രിയിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഓട്ടോ ഓടിക്കുന്ന അനിയനെ തേടി വഴിക്കണ്ണുമായി വേകുന്ന നോവുള്ള ഹൃദയവുമായി സ്വന്തം സഹോദരനെ പിന്തുടരുന്ന സ്വന്തം സഹോദരൻ. ഇതിലാരാണ് ഭാഗ്യവാൻ? ഈ മൂത്ത സഹോദരനാണോ, അതോ അനുജനാണോ, അതോ ഈ സുന്ദരമായ നിമിഷം കാണുവാനായിട്ട് സാധിച്ച ഞാനാണോ? എന്നെ കേൾക്കുന്ന പ്രിയജനമേ, എന്ത് ഉൾക്കാഴ്ചയുള്ള ഒരു സഹോദരനാണ് അല്ലേ? തന്റെ സഹോദരന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയെ കണ്ടപ്പോൾ അവൻ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? കാഴ്ചകളെല്ലാവരും നമ്മൾ കാണും, എന്നാൽ ജീവിതത്തിൽ എന്തുണ്ടാകണം? ഉൾക്കാഴ്ച. ഇറ്റ് ഈസ് നോട്ട് ദ ഷേപ്പ്, ബട്ട് ഇറ്റ് ഈസ് ദ കണ്ടന്റ്. അതുകൊണ്ടാണ് അവളുടെ സ്വപ്രാഴ്ചയിൽ ദൈവം പ്രസാദിച്ചത്. 2 കാശ് അല്ലേ? ഇതിന് വലിയ വിലയൊന്നുമില്ല അല്ലേ? പക്ഷെ എന്താണ്? അവൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഉൾക്കാഴ്ചകളിലാണ് ദൈവം പ്രസാദം. ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ഉൾക്കാഴ്ചകളുള്ള നല്ല മനുഷ്യരായി തീരുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നത് 2 കാശിന് ഒരുപാട് വിലയുണ്ടെന്ന് പഠിപ്പിച്ചു. എന്താണ്? 2 കാശിന് ഒരുപാട് വില. She who thought that even 2 pennies hold great value. 2 കാശിന് ഒരുപാട് വില. ചെറുതൊന്നും അത്ര വലിയ ചെറുതല്ല. ജീവിതത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കും, ചെറുതുകൊണ്ടൊന്നും നമുക്ക് ഒന്നും സാധിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ഇട്ട എല്ലാ ആളുകളെക്കാളും ദൈവം പ്രസാദിച്ചത് ആരിലാണ്? ഈ സ്ത്രീയിൽ. എന്തുകൊണ്ടാണ്?
ബോബി ജോസ് കണ്ടിക്കാടച്ചൻ പറയുന്നത് ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഓട്ടോ ഒരു ചെറിയ വണ്ടിയല്ല. കാരണം ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ തന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു വിടുവാനായിട്ട്, തന്റെ സഹോദരന്റെ പഠിത്തം പൂർത്തീകരിക്കുവാനായിട്ട്, ജീവിതത്തിന്റെ കടത്തിന്റെ പ്രാരബ്ധം മാറ്റുവാനായിട്ട് ഈ ഓട്ടോ ഓടിച്ച ചേട്ടന്റെ കാശ് കൊണ്ടാണ് എല്ലാവരും രക്ഷപ്പെട്ടത്. ഓട്ടോ ഒരു ചെറിയ വണ്ടിയല്ല. അതുകൊണ്ട് 2 കാശിന് ഒരുപാട് വിലയുണ്ടെന്നാണ് ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിലൂടെ ആയിരിക്കുമ്പോൾ, ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ, ചില താലന്തുകൾ, ചില കഴിവുകളൊക്കെ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയുവാനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചു വെക്കുന്നത്. ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ച് ഇങ്ങോട്ട് ആക്കിയിരിക്കുമ്പോൾ ആരെയും വെറും കൈയോടെ ദൈവം കിട്ടില്ല. അവിടെ ദൈവം നമുക്ക് നൽകി തന്ന ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ആരായി തീരണം? വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നല്ലവരും വിശ്വസ്തനായ ദാസൻ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കും, ഞാൻ നിന്നെ എന്ത് ചെയ്യും? അധികത്തിന് വിചാരകനാക്കും. അവിടെ ചെറുതൊന്നും അത്ര വലിയ ചെറുതല്ല. 2 കാശിന് ഒരുപാട് വിലയുണ്ടെന്നാണ് ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ പറയുവാനായിട്ട് സാധിക്കും, ദൈവമേ എത്തി തന്ന ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങൾക്കും എന്തുണ്ട്? വിലയുണ്ട്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പങ്കാളിയുടെ വില നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല, നമ്മുടെ സഹോദരന്റെ വില നമുക്ക് സാധിക്കുവാനായിട്ട് സാധിക്കത്തില്ല, അമ്മയുടെ വില കാണുവാനായിട്ട് സാധിക്കത്തില്ല, അപ്പന്റെ വില, അല്ല കുഞ്ഞുങ്ങളുടെ വില. നമ്മുടെ സ്വയം യാത്ര ചെയ്യുന്നത്, ഞങ്ങൾ ഈ ലഹരിയുടെ വിമോചന കേന്ദ്രത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവം നൽകി കൊടുത്ത അനുഗ്രഹങ്ങളുടെ വിലകളൊന്നും പലപ്പോഴും ഇവർക്ക് സുബോധത്തിലല്ലാത്തത് കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ സ്വാർത്ഥമായ ജീവിത അനുഭവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ദൈവം നൽകി തന്ന നന്മകളുടെ വില നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാകും. അപ്പൊ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയത്തില്ല. അതുകൊണ്ട് ചെറുതൊന്നും അത്ര വലിയ ചെറുതല്ല. 2 കാശിന് ഒരുപാട് വിലയുണ്ടെന്നാണ് ഈ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, ആ യഥാർത്ഥ വിശ്വാസം നമ്മെ എവിടേക്ക് നയിക്കും? ആത്മസമർപ്പണത്തിലേക്ക് നയിക്കും. The true faith leads us to complete surrender of the self. ജീവിതത്തിൽ